ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ പ്രശ്നം എന്ന് പറയുന്നത് ഈ മോദി ഗ്യാരണ്ടി ഇത്തവണയും അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷേ ഈ മോദി ഗ്യാരണ്ടിയിൽ ഇന്ന് പറഞ്ഞ കാര്യം എന്ന് പറയുന്നത് സ്വർണ്ണക്കൊള്ളക്കാരെ അകത്തിടും എന്നതാണ്. വിശ്വാസ സംരക്ഷണ വികസന സംഗമം എന്നുള്ളതാണല്ലോ മുദ്രാവാക്യം എന്ന് പറയുന്നത്, വികസന സംരക്ഷണം എന്നുള്ളത് അല്ലേ. അപ്പോൾ അതിലേക്കുള്ള ഒരു പ്രധാനപ്പെട്ട ചുവടുവെപ്പ് എന്ന് പറയുന്നത് വിശ്വാസ സംരക്ഷണമാണ്. അതിലൂന്നിക്കൊണ്ടുള്ള ഒരു പ്രസംഗം കൂടിയായിരുന്നു ഇന്നത്തേത്. അത് LDFനുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അതായത് സ്വർണ്ണക്കൊള്ളയിൽ അതിൻ്റെ റഡാർ ഇപ്പോൾ നീങ്ങുന്നത് LDFന് നേരെയാണ്. CPM നേതാക്കളാണ് ജയിലിൽ കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിലേക്ക് കൃത്യമായ സൂചി തിരിച്ചു വയ്ക്കുമ്പോൾ ഏത് വോട്ട് ബാങ്കാണ് ലക്ഷ്യമിടുന്നത് എന്ന് കൃത്യമായ ബോധ്യം നിങ്ങൾക്കുണ്ടല്ലോ അല്ലേ? മഞ്ജുഷ, ഇതില് നമ്മൾ കാണേണ്ട ഒരു സുപ്രധാനമായ കാര്യമെന്ന് എനിക്ക് തോന്നുന്നത്, പ്രധാനമന്ത്രി നരേന്ദ്രമോദി താങ്കൾ പറഞ്ഞതുൾപ്പെടെ ഇപ്പൊ എനിക്ക് 3 പേർ സംസാരിച്ചല്ലോ ഈ പാനലിൽ, ആ ഗൗരവത്തിലാണ് പ്രധാനമന്ത്രി ഈ വിഷയങ്ങളെയൊക്കെ സമീപിച്ചതെന്ന് എനിക്ക് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. കാരണം അദ്ദേഹം ഒരു സീസൺഡ് പൊളിറ്റീഷ്യനാണ് മോദി എന്ന് പറയുന്നത്. ഇപ്പോ 3ാമത്തെ തവണ അധികാരത്തിൽ വന്നിരിക്കുന്ന പ്രധാനമന്ത്രിയുമാണ്. അദ്ദേഹം ഏതെങ്കിലും സംസ്ഥാനത്ത്, പ്രത്യേകിച്ചും കേരളം പോലെ BJPക്ക് കാര്യമായ അടിത്തട്ടിൽ സ്വാധീനശേഷി ഇല്ലാത്ത ഒരു സംസ്ഥാനത്ത് വന്ന് ഒരു കാര്യം പറയുമ്പോൾ അത് എന്താണ് തിരിച്ചറിയാനുള്ള ഒരു വിവേകം നമുക്ക് എല്ലാവർക്കും ഉണ്ട്, പറയുന്ന അദ്ദേഹത്തിനുമുണ്ട്. നേരത്തെ അവിടെ പറഞ്ഞിരുന്നത് എന്താണ്? വികസിത കേരളത്തിനുള്ള ഒരു ബ്ലൂ പ്രിന്റ്, വികസിത കേരളത്തിനുള്ള ബ്ലൂ പ്രിന്റുമായിട്ടാണ് പ്രധാനമന്ത്രി 23-ാം തീയതി തിരുവനന്തപുരത്ത് വരാൻ പോകുന്നത് എന്ന് മലയാളികളെ അറിയിച്ചത് BJPയുടെ സ്റ്റേറ്റ് പ്രസിഡന്റ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ ആണെന്നേ നമ്മളെല്ലാം കേട്ടതല്ലേ, കഴിഞ്ഞ ദിവസം കൂടെ കേട്ടതല്ലേ അദ്ദേഹം പറയുന്നത്. എവിടെയാണ് ആ ബ്ലൂ പ്രിന്റ് ഇന്ന് മലയാളികൾ കേട്ടത്? എവിടെയെങ്കിലും കേട്ടു? ഞാൻ കേട്ടില്ല. താങ്കൾ കേട്ടിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ അത് പറഞ്ഞേനേമല്ലോ. ഈ ചർച്ചയിലുള്ള ആരും അത് പറഞ്ഞിട്ടില്ല, അത് ബ്ലൂ പ്രിന്റിന്റെ പ്രശ്നം. പിന്നെന്താണ് അദ്ദേഹം ചെയ്തത്? നേരത്തെ BJP നേതാക്കൾ ഈ രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെ പറഞ്ഞിരുന്ന ഒരു വാഗ്ദാനമുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ചാൽ 45 ദിവസത്തിനകം പ്രധാനമന്ത്രിയെ തിരുവനന്തപുരത്ത് എത്തിക്കും. അതിന്റെ ഭാഗമായി ആ കോർപ്പറേഷനിലെ ഭരണത്തിൽ അധികാരത്തിൽ വന്ന BJP നേതാക്കളെ, കൗൺസിലർമാരെ ഒക്കെ അഭിനന്ദിക്കാനായി അദ്ദേഹം ആ വാക്ക് പാലിക്കുക തന്നെ ചെയ്തു. BJP സംസ്ഥാന ഘടകത്തെ കുറിച്ച് വാക്കായിരിക്കാം, പാലിക്കുക തന്നെ. പക്ഷേ ഞാനതിൽ ശ്രദ്ധിച്ച ഒരു കാര്യം, ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അമിത്ഷാ ഇവിടെ വന്നപ്പോൾ ഉണ്ടായ അവകാശവാദം എന്തായിരുന്നു കൂടെ നമ്മൾ ആലോചിക്കണ്ടേ. 25% വോട്ട് ഷെയർ ആക്കാൻ പോകുന്നത് കേട്ടോ. അങ്ങനെയാണെന്ന് പറഞ്ഞത്. നിലവിലുള്ള വോട്ട് ഷെയർ, BJPയുടെ വോട്ട് ഷെയർ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴേക്ക് 25% ആക്കാനാണ് പോകുന്നത്. 23,000 പേരെ ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പ് മത്സരിപ്പിച്ച് വിജയിപ്പിക്കും എന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞത്. അങ്ങനെ ദേശീയ ആഭ്യന്തരമന്ത്രിയും സംസ്ഥാന പ്രസിഡന്റും ഒക്കെ പറഞ്ഞ ആ ഒരു വോട്ട് പെർസെൻറ്റേജ് എവിടെയാണ് ഇലക്ഷൻ കഴിഞ്ഞപ്പോ നമ്മൾ കാണുന്നത്? 14.71. അപ്പൊ അത് ഏറ്റവും നന്നായി അനലൈസ് ചെയ്യുന്ന ആൾ ആരായിരിക്കും? ഞാൻ വിചാരിക്കുന്നു ഏറ്റവും കൃത്യമായിട്ട് അതിനെ അനലൈസ് ചെയ്യുന്ന 1ാമത്തെ ആൾ പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും. 2ാമത്തെ ആൾ അമിത്ഷാ ആയിരിക്കും. ബാക്കിയുള്ളവർ പിന്നീടേ വരും. അപ്പൊ അത്തരത്തിൽ വളരെ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള ഒരു സ്പേസ് കേരളത്തിന് വേണ്ടി അവർ ഒരുക്കുന്നുണ്ടാകും. അതെന്താണെന്നുള്ളത് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടില്ല. ഏതായാലും പറഞ്ഞ വികസനത്തിന്റെ ബ്ലൂ പ്രിന്റ് അല്ല പ്രധാനമന്ത്രി ഇന്ന് അവതരിപ്പിച്ചത്. മറിച്ച് സാധാരണ ഒരു രാഷ്ട്രീയ യോഗത്തിന് അഭിസംബോധന ചെയ്യുമ്പോൾ ദേശീയ നേതാക്കൾ, പ്രത്യേകം പ്രധാനമന്ത്രിയിലേക്ക് ആ ഒരു ക്ഷേത്രത്തിലിരിക്കുന്ന നേതാക്കൾ പറയുന്ന രൂപത്തിൽ പോലുമല്ല അദ്ദേഹം പറഞ്ഞ മറുപടികൾ. അതാണ് താങ്കളുടെ ചോദ്യമായിട്ട് എന്നിലേക്ക് വന്നത്. ഈ പറഞ്ഞ കപിലവാദ സ്വർണ്ണക്കവർച്ച എന്താണ് അദ്ദേഹം പറഞ്ഞ വാചകം മഞ്ജുഷെ? അദ്ദേഹം പറഞ്ഞത് BJPയെ വരുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിച്ചാൽ, കേരളത്തിൽ വിജയിപ്പിച്ചാൽ സ്വർണ്ണക്കവർച്ച നടത്തിയവർ ജയിലിലേക്ക് പോകും. ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ്. അപ്പൊ നമുക്കൊരു കാര്യം അറിയാം, BJP അധികാരത്തിൽ വരാൻ പോകുന്ന ഇലക്ഷൻ അല്ല 26 ഇലക്ഷൻ. എല്ലാവർക്കും അറിയാം. അത് പറഞ്ഞ പ്രധാനമന്ത്രിക്കും അറിയാം, ഇല്ലേ? അല്ലാതെ നേരെ ഇവരെല്ലാം പിടിച്ചകത്തിടും എന്നല്ല അദ്ദേഹം. അങ്ങനെയല്ല ശ്രീ TP ജയചന്ദ്രൻ, മോദിയുടെ ഗ്യാരണ്ടി എന്ന് പറയുമ്പോൾ അത് നടപ്പാക്കാൻ പറ്റാത്ത ഒരു സാഹചര്യമാണെന്ന് പ്രധാനമന്ത്രിക്കും അറിയാം. കാരണം എന്തായാലും BJP അധികാരത്തിലേക്ക് വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയിരിക്കില്ല വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. ഇത് ചവിട്ടുപടി എന്ന രീതിയിൽ മാത്രമേ കാണാൻ കഴിയുകയുള്ളൂവല്ലോ. അതൊരു BJPയുടെ ലക്ഷ്യം പോലും അത്രയിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഇത്
വെറുതെ നൽകുന്ന ഒരു ഗ്യാരണ്ടി എന്ന രീതിയിലേ ആയി പോവുകയുള്ളൂ. സ്വർണ്ണക്കൊള്ളക്കാരെ അകത്തിടും, ഇത് മോദിയുടെ ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ. ശ്രീ ടി പി ജയചന്ദ്രൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.